നിങ്ങളോട് ഒന്നിച്ച് ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ആരാധിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ മാതൃസഭയിൽ പോലും ലഭിക്കാത്ത അത്രമാത്രം സമയം നിങ്ങൾ ഞങ്ങൾക്ക് തന്നത് ഓർത്ത് ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നാം ചെറിയ കൂട്ടമാണെങ്കിലും ഈ ദേശത്ത് നിങ്ങളെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രതിനിധികളായി ഹല്ലേലൂയ ദൈവം വിളിച്ച് വേർതിരിച്ച് ഓർത്ത് ഈ ദേശത്തൊന്നും സത്യത്തിലും ആത്മാവിലും ആരാധിക്കാതെ ഹല്ലേലൂയ ദേശത്ത് മനുഷ്യർ മരിച്ചു കിടക്കുമ്പോൾ ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ച് ഹല്ലേലൂയ ജീവനുള്ളവരാക്കി ദൈവത്തിന്റെ പ്രകാശമാക്കി മാറ്റിയതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ അതിൽ പരം ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ വേറെ ഇല്ലല്ലോ. ഹല്ലേലൂയ. അവന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സാക്ഷിയോടനുബന്ധിച്ച് ഒരു വാക്യം മാത്രം വായിച്ചിട്ട് ഞാൻ വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണല്ലോ. റോമാലേഖനം 8:28 ഒന്ന് വായിച്ചാട്ടെ. 28ഉം 29ഉം ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? തന്റെ പുത്രന്റെ സ്വരൂപത്തോടെ ആയി തീരുവാനായിട്ട് നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ ലോകത്തിൽ നാം എന്ത് കണ്ടുപിടിച്ചാലും അതിനെല്ലാം ഒരു ഉദ്ദേശമുണ്ട്. ഇപ്പൊ ഈ കണ്ണാടി എന്ന് പറയുന്നത് ഇത് കണ്ണി വെക്കാനുള്ളതാ, അല്ലാതെ തലയിൽ വെക്കാനുള്ളതല്ല. മനസ്സിലായില്ലേ? കണ്ണി വെക്കുന്ന ആ ഉദ്ദേശമാണ് ഈ കണ്ണാടിയെ കുറിച്ച് ദൈവം അല്ലെങ്കിൽ ഇത് നിർമ്മിച്ച ആൾ ഉദ്ദേശിച്ചിരിക്കുന്നു എങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ ലോകത്താക്കി വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് തന്റെ പുത്രന്റെ സ്വരൂപത്തോടെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ മക്കളെ, അതിന്റെ മുകളിലത്തെ വാക്യം ഇതാണ് നമ്മുടെ ഏറ്റവും പ്രത്യാശ തരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ വാക്യം പലരെയും ക്ഷീണത്തിൽ കൂടെ പോകുന്ന, പ്രതിസന്ധികളിൽ കൂടെ പോകുന്ന, കഷ്ടതയിൽ കൂടെ പോകുന്ന വ്യക്തി ജീവിതങ്ങളെ ബലപ്പെടുത്തിയ ഒരു വാക്യമാണ്. ഇതിന്റെ കാരണമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അത് സകലതും നന്മയ്ക്കായി വ്യാപരിക്കും. ഹല്ലേലൂയ. അത് നമുക്കത് തന്നെയെന്ന് എടുത്തു നോക്കുമ്പോൾ നാം ചിന്തിക്കും, എന്തുകൊണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നാം ഓർക്കും. നമുക്കതിന് ഉത്തരമില്ല. പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും തമ്മിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കുടുംബത്തിന് എന്താ ഇത് മാത്രം സംഭവിക്കുന്നത്? ഒന്നിനു പുറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഈ കുടുംബം എന്തുകൊണ്ട് കടന്നു പോകുന്നു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് മുമ്പിൽ തളർന്നു പോകാത്തതിന്റെ കാരണം ഇതെല്ലാം നന്മയ്ക്കായിട്ടാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നു. അതുകൊണ്ട് ഒരു ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു അവസ്ഥയും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതികൂലമായ സാഹചര്യമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, എന്തുമായിക്കൊള്ളട്ടെ, ഏതു ദുരന്തവും അത് നന്മയാക്കി കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, ലോക ജീവിതത്തിൽ ആ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ തളർന്നു പോകാതെ, ഹല്ലേലൂയ, എന്റെ ദൈവം ഇതിനെ നന്മയാക്കി മാറ്റുവാൻ ബോധ്യം നമ്മളെ ഭരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അത് മാത്രം വായിച്ച് പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 5:14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണിതും. ഇവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ആരോടാണ് പറയുന്നത്? എഫേസ്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്ന ഒരു വാക്യമാണിത്. അല്ലെങ്കിൽ ഇത് അധികം കാലമായ സഭയല്ല. കർത്താവിന്റെ കാലഘട്ടത്തിൽ
കാലഘട്ടത്തിലോ അതോ അതിനോടനുബന്ധിച്ച് 60-കൾ 70-കളിൽ ഉണ്ടായ ഒരു ദൈവസഭയാണ് എഫേസ്യ സഭ. എന്നാൽ ഈ എഫേസ്യ സഭയോട് പൗലോസ് പറയുകയാണ്, ഉറങ്ങുന്നവനെ. ഹല്ലേലൂയ. ചില നാളുകൾ പ്രയോജനപ്പെട്ടു, ചില നാളുകൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു, ആൾക്കാരെ സഭയിൽ കൂടുവാനിടയായി. ആദ്യം കുറച്ചുപേരെ ഉള്ളായിരുന്നു. സഭ വലുതായി വർദ്ധിക്കുവാൻ തുടങ്ങി. കാലം മുൻപോട്ട് പോയപ്പോൾ താല്പര്യം നഷ്ടപ്പെട്ടു പോയി, ആത്മഭാരം കുറഞ്ഞു പോയി, നമ്മുടെ അകത്തെ മനുഷ്യൻ ഉറങ്ങിപ്പോയി. ഒരു നാൾ മരിച്ചവരായിരുന്ന നമ്മുടെ ചുറ്റും അനേകർ മരിച്ചു കിടക്കുമ്പോൾ, ദൈവത്തെ അറിയാതെ ആത്മാവിൽ മരിച്ചു കിടക്കുമ്പോൾ, അതിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം നമ്മളെ തന്റെ ആത്മാവിനാൽ ഉയർപ്പിച്ച് ഹല്ലേലൂയ തന്റെ സഭയിലാക്കി. എന്നാൽ ഇപ്പോൾ നോക്കിയാൽ അവര് മരിച്ചവരെ പോലെ ആകിയാണ്. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. മരിച്ചാൽ നമുക്ക് ഉയർപ്പിക്കാം, ഉറങ്ങിയാലോ എന്ത് ചെയ്യാൻ പറ്റും? മരിച്ചു പോയാൽ ഉയർപ്പിക്കാൻ പറ്റും, എന്നാൽ ഉറങ്ങുന്നവനെ എന്തിനാ ഉയർപ്പിക്കുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഉറങ്ങുന്നൊരു ഉണർവ് ആവശ്യമാണ്. ഹല്ലേലൂയ. എന്താണ് ഉണർവ്? ഹല്ലേലൂയ. നാം തന്നെ ഒന്ന് ഉറങ്ങി എണ്ണീറ്റ് കഴിയുമ്പോൾ നാം എന്തുവാ ചെയ്യുന്നത്? നാം ഒന്ന് ഉറങ്ങി എണ്ണീക്കുമ്പോൾ കിടന്നലറുകയാണോ ചെയ്യുന്നത്? അല്ല, നാം അത് കൊച്ചു പിള്ളേരായിരിക്കും ചെയ്യുന്നല്ലേ. കൊച്ചു കുഞ്ഞുങ്ങൾ ഉണർന്നുമ്പോൾ പെട്ടെന്ന് കിടന്നലയ്ക്കും. എന്നാൽ ഒരു മെച്യൂറായ വ്യക്തി ഉണർന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ അവൻ കിടക്കുന്ന മുണ്ടും അല്ലെങ്കിൽ ആ ഉടുപ്പുകളൊന്ന് നേരെ ഇടും, താൻ കിടക്കുന്നതെല്ലാം ഒന്ന് ശരിയാക്കും, താനൊരു സ്വയം ക്രമീകരണം ചെയ്യും. ഹല്ലേലൂയ. നമുക്കറിയാമോ ദൈവമക്കളെ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വയം ക്രമീകരണം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അല്പമായ ഉറക്കം വന്നിട്ടുണ്ടോ? ഒരു ക്ഷീണം വന്നിട്ടുണ്ടോ? എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആയി, എനിക്കിനി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ നമുക്കുള്ള ഈ ദേവദാസനെ സഭയോർത്തിയ നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകം നാം ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. ഈ ദേശത്ത് ഹല്ലേലൂയ അനേകർ കർത്താവിലേക്ക്, അനേക ആത്മാക്കൾ ഹല്ലേലൂയ നിങ്ങൾ ഓരോരുത്തരും മുഖാന്തരം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ അതിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവങ്ങളെ ചില വിഷയങ്ങൾ നാം ഓർക്കണം. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണർവ് വരാതെ അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ നാം ജീവനോടെ ആയിരിക്കേണ്ടതിന് വേണ്ടി ചില വിഷയങ്ങൾ നാം ഓർത്തിരിക്കണം. ആ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ഈ എഫെസ്യ ലേഖനത്തിൽ തന്നെ അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരരോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു ഓർത്തുകൊള്ളുന്നു. മതി. ഹല്ലേലൂയ. ഒന്നാമതായി നാം ചെയ്യേണ്ട ഒരു കാര്യം നാം ഓർക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൽ ഉറക്കം വരാതെ, ആത്മീയ ക്ഷീണം വരാതെ ഉണർവുള്ളവരായി മുൻപോട്ട് പോകണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം നാം ഓർക്കണം. എന്താണ് ഓർക്കേണ്ടത്? നാം ആരായിരുന്നു? നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നാം എവിടെ കിടന്നതായിരുന്നു? നന്ദിയോടെ സ്തോത്രം. അതിന്റെ 2-ന്റെ-1 അല്ലെങ്കിൽ 4-ാം അധ്യായത്തിൽ നാം 1-ൽ ഇങ്ങനെ വായിക്കുന്നു, അതിക്രമങ്ങളാലും 2-ന്റെ-1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. ഹല്ലേലൂയ. യാതൊരു പ്രത്യാശയുമില്ലാത്തവരായി ഹല്ലേലൂയ നരകയാതനയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ടവരായിരുന്നു നാം ഓരോരുത്തരും. എന്നാൽ തന്റെ പുത്രൻ ഹല്ലേലൂയ തന്റെ പുത്രൻ സ്വർഗ്ഗത്തിൽ യേശു കർത്താവ് ഹല്ലേലൂയ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അതിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത് നാം ഓർക്കണം. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ എവിടെ ചെന്നാലും പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ അനാദിക്ക് മുമ്പേ ഹല്ലേലൂയ ലൂസിഫർ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ദൂതനായിരുന്ന ലൂസിഫർ ഹല്ലേലൂയ താൻ പാപം ചെയ്തില്ല. താൻ പാപം തന്റെ കൈകൊണ്ട് ചെയ്തില്ല. ദൈവത്തെക്കാൾ ഉയരണമെന്ന് തന്റെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ. ആ ലൂസിഫറിനോടും അതിന്റെ പിന്നോടിയായ ദൂതന്മാരോടും ദൈവം കരുണ കാണിച്ചോ? ഹല്ലേലൂയ. ദൈവം അവർക്ക് വേണ്ടി എന്താ ഉണ്ടാക്കിയത്? ലൂസിഫറിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഉണ്ടാക്കിയത് ഒരു നരകമെങ്കിൽ ഹല്ലേലൂയ മനുഷ്യരാകുന്ന നാം ഓരോ ദിവസവും പാപം ചെയ്ത് ഹല്ലേലൂയ നാം ചുറ്റും നോക്കുമ്പോൾ പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ
നമുക്ക് പോലും പറയുവാൻ അറപ്പ് തോന്നത്തക്ക രീതിയിൽ പാപം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയത് നരകമല്ല, ദൈവം മനുഷ്യർക്ക് വേണ്ടി കാൽവറി ഉണ്ടാക്കി. അതാണ് ദൈവമക്കളെ ദൈവത്തിന്റെ സ്നേഹം. നമുക്ക് വേണ്ടി ദൈവം നരകം ഉണ്ടാക്കിയില്ല, ദൈവം നമുക്ക് വേണ്ടി തന്റെ പുത്രനെ ഏൽപ്പിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങാതെ ഉണർവുള്ളവരായി നിൽക്കണമെങ്കിൽ നാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതോർക്കണം. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ആ വെളിപ്പാട് പുസ്തകം അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം അവിടെ എഫെസ്യ സഭയോട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ ഏതിൽ നിന്നും വീണു എന്ന് ഓർത്ത്. വായിച്ചാട്ടം ആമേൻ, ഹല്ലേലൂയ. ഏതിൽ നിന്ന് വീണു എന്ന് ഓർക്കണം. ഹല്ലേലൂയ. ഒന്ന്, കർത്താവ് നമുക്ക് വേണ്ടി എന്തു ചെയ്തു, അവൻ നമുക്ക് വേണ്ടി കൊടുത്ത വിലയൊന്ന് ഓർക്കണം. 3, ഹല്ലേലൂയ. 2, നാം ആരായിരുന്നുവെന്ന് നാം ഓർക്കണം. അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്നു. ഹല്ലേലൂയ. അതിനുശേഷം നാം ഏത് അവസ്ഥയിലായിരുന്നു. ഹല്ലേലൂയ. ദൈവസഭയിൽ കടന്നു വന്നവർ പാപികൾ മാത്രമല്ല ഓർക്കേണ്ടത്, ദൈവ മക്കളും വിരക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരും ഓർക്കേണ്ട ഒരു കാര്യം. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ട നാളിലുള്ള ദൈവസ്നേഹം എന്നിലുണ്ടോ? ദൈവത്തോടുള്ള ആദ്യ സ്നേഹം, ദൈവത്തെക്കാൾ കൂടുതൽ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? എന്നെ തന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നാം ഓർക്കണം. ദൈവത്തെയാണോ എന്നെയാണോ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ഓർക്കണം. കാര്യം അന്ത്യകാലത്തുള്ള ഏറ്റവും വലിയ ലക്ഷണം എന്നാണെന്നറിയാമോ? സ്വസ്നേഹം വർദ്ധിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുള്ള സ്നേഹം കുറഞ്ഞു പോകും. ഇങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞുണ്ണി കവിതകൾ എന്നുള്ളൊരു കവിതകളുണ്ട്. അതിനകത്ത് കുഞ്ഞുണ്ണി ഇങ്ങനെ പാടുന്നു, എനിക്ക് എന്നോടാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഒരാൾ ചോദിക്കുന്നു, അത് കഴിഞ്ഞോ? അത് കഴിയുന്നേ ഇല്ലല്ലോ. കുഞ്ഞുണ്ണി കവിതകൾ പറയുകയാണ്, എനിക്ക് എന്നോടാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ചോദിക്കുന്നു, കഴിയുന്നു? അത് കഴിയുന്നില്ല. അതുപോലെ ഹല്ലേലൂയ, തന്നോട് മാത്രം, എനിക്ക് എന്റെ കാര്യം മാത്രം, മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാൻ നേരമില്ലാത്തൊരു കാലയളവ്. ഹല്ലേലൂയ. ഇവിടെ ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ഓർക്കണം, ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടോ? അവനോടുള്ള ആദ്യ സ്നേഹം. ഒരു വിവാഹം കഴിഞ്ഞ ആ നാളുകളിൽ തന്റെ മണവാളനോട്, തന്റെ മണവാട്ടിക്കുള്ള സ്നേഹം, അല്ലെങ്കിൽ മണവാളന് മണവാട്ടിയോടുള്ള സ്നേഹം, അത് തന്നെ എന്റെ കർത്താവിനോടുള്ള സ്നേഹം എനിക്കുണ്ടോ എന്ന് ഓർക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ കാൽവറിയെ കുറിച്ചുള്ള പ്രസംഗം നാം കേൾക്കുന്നില്ല. കർത്താവ് നമുക്ക് വേണ്ടി യാഗം കഴിച്ച് നാം കേൾക്കുന്നില്ല. പലരും ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഹല്ലേലൂയ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ ആരാധിക്കരുതെന്ന്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ദൈവത്തെ ആരാധിക്കാവൂ എന്ന് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നിട്ട് അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, എല്ലാം ചെയ്തു. എന്നാൽ ക്രൂശിൽ കയറാതെ അങ്ങ് പോയിരുന്നെങ്കിൽ പ്രയോജനം ഉണ്ടായില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തു കാൽവറിയിൽ കയറി നമ്മുടെ മേലുണ്ടായിരുന്ന കടച്ചീട്ടുകളെ കേൾക്കുവാനിടയായി തീർന്നു. ചന്ദ്രനിൽ പോയ 3 പേർ, ഹല്ലേലൂയ, അതിലൊരാളൊരു വിശ്വാസിയായിരുന്നു. താൻ മടങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ അനേക ഈ കമന്റ് ഇവര് എല്ലാവരും കൂടെ, ജേർണലിസ്റ്റ് എല്ലാവരും കൂടെ അവർ പുള്ളിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അയ്യോ നിങ്ങളൊക്കെ പോയി, നിങ്ങൾ 3 പേർ ചന്ദ്രനിൽ കൂടെ നടന്നു, എന്തൊരു അത്ഭുതം. ഹല്ലേലൂയ. അപ്പോൾ താൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, അല്ല, അതല്ല അത്ഭുതം. മനുഷ്യൻ ചന്ദ്രനിൽ കടന്നു നടന്നു എന്നുള്ളത് അത്ഭുതം. ദൈവമായവൻ ഈ ഭൂമിയിൽ നടന്നു എന്നുള്ളതാണ് അത്ഭുതം. മനുഷ്യൻ ചന്ദ്രനിൽ കൂടെ നടന്നു എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. എന്നാൽ തന്റെ വാക്കുകൊണ്ട് നിർമ്മിച്ച വലിയവനായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം, സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, അവനൊരു മനുഷ്യനെ തന്നെത്താൻ താഴ്ത്തി, മനുഷ്യനേക്കാൾ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി, ഒരു മനുഷ്യനെ നമ്മുടെ ഇടയിൽ
വേണ്ടി ചെയ്തത്. ഹല്ലേലൂയ. ഈ ഒരു ദിവസം പോലും ദൈവമക്കളെ നിങ്ങൾ അവന്റെ കാൽവറി ഓർക്കാത്ത ഒരു ദിവസം കാൽവറിയെ നിങ്ങൾ ധ്യാനിക്കണം. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് ധ്യാനിക്കണം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറഞ്ഞ സമയം മുൻപോട്ട് പോകും. ഹല്ലേലൂയ. താൻ ഇങ്ങനെ ഞാൻ വായിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ഒരു വ്യക്തി താൻ ക്രൂശിൽ, യേശു കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ താൻ അനുഭവിച്ച വേദനയുടെ മെഡിക്കൽ എക്സ്പ്ലനേഷൻ ഞാൻ വായിക്കുവാനാണ്. ഇന്നത്തെ വലിയ ഡോക്ടേഴ്സ് ഹല്ലേലൂയ അമേരിക്കയിൽ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ട് എങ്ങനെ ആയിരിക്കും ആ വേദന യേശു അനുഭവിച്ചതെന്ന് അതിനൊരു എക്സ്പ്ലനേഷൻ അവർ കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. തന്നെ ഒരു കാൽ മുട്ട് വളച്ച് ഹല്ലേലൂയ ഇങ്ങനെ ക്രൂശിച്ച് നിൽക്കുമ്പോൾ ഒരു ശ്വാസം പോലും മുകളിലോട്ട് എടുക്കുവാൻ കഴിയാതെ തന്റെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു വരുമ്പോൾ ആ ഹൃദയത്തിൽ ഒരു ഓക്സിജൻ ഇല്ലാതെ തന്റെ സെല്ലുകളിൽ ഓക്സിജൻ ഇല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് നിറയുമ്പോൾ ഒരു വലിയ ഷോക്ക് തന്റെ ബോഡിയിൽ വന്നിട്ട് തന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥ. വേദന നമുക്ക് വേണ്ടി ആ കർത്താവിനെ നാം ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമതായി നാം എന്ത് ചെയ്യണം? അതിന്റെ 1:14-19 വായിച്ചു. 1:19. അതെ. അവന്റെ ബലത്തിൽ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമില്ലെന്ന് നിങ്ങൾ അറിയേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമതായി നാം ചെയ്യേണ്ട കാര്യം എന്താണ്? നാം ഓർക്കണം. രണ്ടാമതായി നാം അറിയണം. ഹല്ലേലൂയ. എന്താണ് നാം അറിയേണ്ടത്? ഇത്രമാത്രം കഷ്ടതയും വേദനയും നമുക്ക് വേണ്ടി വിലയും കൊടുത്ത് ദൈവം നമ്മളെ വീണ്ടെടുത്തത് എന്തിനാണ്? ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശക്തി എന്തുവാണ്? ദൈവം നമ്മളിൽ കൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്തുവാണ് എന്ന് നാം അറിയണം. ഓരോ വ്യക്തികളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നോട് തന്നെ ചോദിക്കേണ്ട 4 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എങ്ങനെ ഈ ഭൂമി, ഞാൻ എവിടെ നിന്ന് വന്നു? ഹല്ലേലൂയ. ഞാൻ എന്തിനാണ് ഇവിടെ? എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? മൂന്നാമതായി ഞാൻ എങ്ങനെ ജീവിക്കണം? മൊറാലിറ്റി അല്ലെങ്കിൽ സദാചാരം അറിഞ്ഞിരിക്കണം. എന്തുവാണ് എന്റെ മൊറാലിറ്റി? നാലാമതായി ഞാൻ എങ്ങോട്ടാ പോകുന്നത്? എന്റെ മരണം, എന്റെ അന്ത്യം, മരണാനന്തരം എന്തായിരിക്കും എന്നുള്ള ഉറപ്പും ചിന്തയും ഒരു വ്യക്തികൾക്കുണ്ടായിരിക്കണം. പലരും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തന്നോട് തന്നെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടാതെ പലരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഉത്തരം കിട്ടാതെ പലരും സൂയിസൈഡ് ചെയ്യുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാം കേരളക്കരയിലും മറ്റും എന്തുമാത്രം ആത്മഹത്യ ഉയർന്നിരിക്കുന്നു. കാരണം എന്താണ്? അവരുടെ ചോദ്യത്തിന് മറുപടി കിട്ടുന്നില്ല. ഹല്ലേലൂയ. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ഞാൻ എന്തിനാണ് ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ ദുരിതം എന്റെ ജീവിതത്തിൽ എന്നും സംഭവിക്കുന്ന എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെ എന്റെ ജീവിതത്തിന് ഒരു വിലയില്ല. ഹല്ലേലൂയ. എനിക്ക് എന്റെ ദൈവത്തിന് എന്നെ വേണ്ട. എനിക്ക് സമ്പാദ്യമില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് പഠിക്കുവാൻ ബുദ്ധിയില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തിന്റെ വില മനസ്സിലാക്കാതെ, തന്റെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ജീവിതം അവസാനിപ്പിക്കുന്ന അനേകർ ചുറ്റുപാടുള്ളപ്പോൾ ഹല്ലേലൂയ, ദൈവം നമ്മുടെ ജീവിതത്തിന് അർത്ഥം തന്നതോർത്ത് ദൈവം നമ്മുടെ ജീവിതത്തിന് ഒരു ആരംഭം തന്നെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിന് അർത്ഥം തന്നെങ്കിൽ, നാം ഇങ്ങനെ വായിക്കുന്നു, ഒരു വ്യക്തിയുടെ ആത്മാവ് ഈ സർവ്വ ഭൂമിയെ കാട്ടിലും വിലയേറിയതാണ്. അത് ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ മാത്രമുള്ളതാണ്. മറ്റെല്ലാ മതങ്ങളെയും എടുത്തു നോക്കുമ്പോൾ കടലിലെ ഒരു തുള്ളി പോലെയാണ്. വ്യക്തിയായ നിനക്കൊരു വാല്യൂ ഇല്ല. എന്നാൽ കർത്താവ് പറയുന്നു, ഒരുത്തന് വേണ്ടി ഹല്ലേലൂയ, കണ്ണുനീരൊരുക്കുന്ന ഒരുത്തന് വേണ്ടി ഹല്ലേലൂയ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തന് വേണ്ടി ഇറങ്ങി വരുവാൻ ഹല്ലേലൂയ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുത്തന് വേണ്ടി ഹല്ലേലൂയ ദൈവം നോക്കുകയാണ്. ഹല്ലേലൂയ. താൻ രക്ഷിക്കപ്പെടുന്ന ദൈവത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ഓർത്ത് ഹല്ലേലൂയ ദൂതന്മാരും സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. പറയുന്നു, നിന്റെ ഓരോ വ്യക്തിയുടെയും തലയുടെ തലമുടിയുടെ എണ്ണം ദൈവത്തിന് വ്യക്തമായി അറിയാം. അത്രമാത്രം വില ദൈവം എനിക്ക് നിനക്ക് തന്നിരിക്കുന്നു. ദൈവം ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. ദൈവം ആ വ്യക്തിക്ക് വേണ്ടി മാത്രം അത്രമാത്രം വിലയാണ് ദൈവം. നാം അത് അറിയണം. ദൈവത്തിന് സ്തോത്രം. നാം ഇങ്ങനെ റോമാലേഖനത്തിൽ ഹല്ലേലൂയ അതിന്റെ 8:11 വായിച്ചാട്ടെ നാം എന്താണ് അറിയേണ്ടത്? ആ വാക്യം ഒന്ന് വായിച്ചു. 8:11.
യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്? നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണ്? ക്രിസ്തുയേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ചോദിക്കുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ഒരുക്കിയിരിക്കുന്ന കൃപാവരങ്ങളെ ചോദിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ എന്താണ് ഹല്ലേലൂയ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്തിനാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്? എന്താണ് എന്നെ കുറിച്ച് നീ ആഗ്രഹിക്കുന്നത്? ആ ചോദ്യത്തിന് മുമ്പിൽ മറുപടി തരുവാൻ കഴിയുന്ന ദൈവമാണ്. ചോദിക്കുന്നത് നിറയ്ക്കുന്നത് ദൈവമാണ്. ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം കല്ലറകളെ തകർത്ത് റോമ ശക്തികൾക്ക് പോലും നിലനിൽക്കുവാൻ കഴിയാതെ വണ്ണം ആ കല്ലറകളെ ഭേദിക്കുവാൻ കഴിയും. അതേ ആത്മാവിന്റെ ശക്തി നമ്മൾ ഓരോരുത്തരും പകരുവാൻ നമുക്ക് വേണ്ടി പൗലോസിന്റെ സഭയോട് അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കുവാൻ, ആ ദൈവ മക്കളുടെ ഹൃദയത്തിലേക്ക് അതൊന്ന് കയറ്റി വെക്കുവാൻ വേണ്ടിയിട്ട് താൻ വാക്കുകൾക്ക് വേണ്ടി ബന്ധപ്പെടുകയാണ്. ആ ഓരോ വാക്യങ്ങളും വായിച്ചു നോക്കിയ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവിന്റെ അത്യന്ത ശക്തി അതിൽ കൂടുതൽ വാക്ക് തനിക്കില്ല. അത്രമാത്രം ഹല്ലേലൂയ ശക്തമായി പറയുവാൻ ഹല്ലേലൂയ താൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ താഴോട്ട് വരുമ്പോൾ താൻ എന്തോ പറയുന്നത്? ഇത് ആർക്ക് കൊടുക്കുവാനാണ്? തന്റെ ശരീരം. ഒന്നിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുന്നു. ഹല്ലേലൂയ. എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ നാം ഒരു ഹല്ലേലൂയ സാധാരണ ഒരു വീട്ടിൽ നമുക്ക് വലിയ ഹോളിലായിരിക്കാം, നമുക്ക് വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ലായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ മൂന്നാമതായി, ഞാൻ അധികം സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമതായി 3:19 വായിക്കാം. 3:19 ലേഖനം 3:19. ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമതായി നാം കേട്ടു, നാം ഓർക്കണം. ആമേൻ. രണ്ടാമതായി നാം അറിയണം. ആമേൻ. മൂന്നാമതായി നാം നിറയണം. ഹല്ലേലൂയ. നാം അറിഞ്ഞു കഴിയുമ്പോൾ ആമേൻ. ഹല്ലേലൂയ. ആ ആഗ്രഹം നമ്മളിൽ ഹല്ലേലൂയ വർദ്ധിച്ചു വരുമ്പോൾ ദൈവം നമ്മളെ നിറയ്ക്കുവാനിടയായി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ പ്രതിസന്ധികളുടെ കാറ്റുകൾ നമ്മളെ അടിക്കുമ്പോൾ നമ്മളെ മറിച്ചിടുവാൻ സാധിക്കത്തില്ല. നിറയാത്ത പാത്രമാണ് പെട്ടെന്ന് കുലുങ്ങുന്നത്. എന്നാൽ നിറഞ്ഞ പാത്രങ്ങൾ പെട്ടെന്ന് കുലുങ്ങുകയില്ല. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിനെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളിൽ വസിക്കുവാനാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം മനുഷ്യരോടുകൂടെ തന്റെ കൂടാരം അടിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ
സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ താൻ നിറയുക എന്ന്. നമ്മളെ എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? നാം എന്തിനാ ഇങ്ങനെ ഈ കട്ടതയിലൂടെ പോകുന്നത്? ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? ഒരു ദേവദാസൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. ഈ ലോകത്തിൽ ദൈവം ഈ ഭൂമിയെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഈ ചരാചരങ്ങളെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ദൂതന്മാരെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഈ ശൂന്യതയാൽ നിറഞ്ഞ് ഒന്നുമില്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, ആദിക്കും അനാദിക്കും മുൻപേ. എന്നാൽ നാം ഇങ്ങനെ ദൈവത്തിന്റെ വചനം വായിക്കുന്നു, ദൈവം സ്നേഹമാകുന്നു. എങ്ങനെയാണ് സ്നേഹം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? സ്നേഹം നാം കൊടുക്കുകയും നാം സ്വീകരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ സ്നേഹം സ്നേഹമാകുള്ളൂ. അവിടെ ഹല്ലേലൂയ തന്റെ ത്രിയേകത്വത്തിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് തങ്ങളുടെ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഹല്ലേലൂയ ആ തിരുഹൃദയത്തിനൊരു ഇഷ്ടം തോന്നി. തന്റെ ത്രിയേകത്വത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന ആ സ്നേഹം ഒന്ന് നുകർന്നു വെക്കുവോ പാത്രങ്ങളെ. പരിശുദ്ധാത്മാവിൽ നിന്ന് നിറഞ്ഞു തുളുമ്പുന്ന ആ സ്നേഹം ഒന്ന് ഒഴിച്ചു വെക്കുവാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉണ്ടാക്കിയത്. എത്രമാത്രം ശ്രേഷ്ഠകരമായ അവസ്ഥയാണ് ദൈവങ്ങളെ നാം നിറഞ്ഞു വരേണ്ടത്. രണ്ടാമത് നാം നിറഞ്ഞു വരേണ്ടത് തന്റെ സ്നേഹത്താൽ. ആ സ്നേഹം, യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ നിറയുമ്പോൾ ഈ ലോകത്തിലെ സ്നേഹമല്ല നമ്മളെ, ക്രിസ്തുയേശുവിലുള്ള സ്നേഹം നമ്മളെ ഭരിക്കുവാൻ. ആ സ്നേഹം നമ്മൾ നിറയുമ്പോഴാണ് നാം സാക്രിഫിഷ്യൽ ആയിട്ട് സ്നേഹിക്കുവാൻ തുടങ്ങുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവങ്ങളെ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്, ദൈവസഭയാകുന്ന നിങ്ങൾ ഓരോരുത്തരും തന്റെ നിറവിനാൽ നിറഞ്ഞ് ഹല്ലേലൂയ ഈ ലോകത്തുള്ളവർ നിങ്ങളെ നോക്കുമ്പോൾ നാം മൂലമായി വാക്യം വായിച്ചതുപോലെ അവന് വേണ്ടി ക്രിസ്തു നിങ്ങൾ പ്രകാശിക്കേണ്ടതിന്, അവന്റെ പ്രകാശമായി മാറേണ്ടതിന്, ഇരുട്ട് നിറഞ്ഞ ലോകം നോക്കുമ്പോൾ ഈ ഭവനം, ഈ ദൈവസഭ ഒരു വെളിച്ചമായി മാറുവാൻ, പ്രകാശമായി മാറുവാൻ, ദൈവത്തിന്റെ ആത്മാവ് ഇടയാകേണ്ടതിന്, ദൈവസഭ ഒരാഗ്രഹം നമ്മൾ വേണം. അതിന് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള എക്സാം എന്ന് പറഞ്ഞാൽ ദാവീദ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. 27-ാം സങ്കീർത്തനം ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാനൊരു കാര്യം 27-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ഈ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ നാം നിറയേണ്ടതിന് ഈ ദാവീദിന്റെ ആഗ്രഹം നമുക്ക് മതി. ദാവീദ് പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ഒരു കാര്യം ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ അത് തന്നെ ആഗ്രഹിക്കുന്നു, നിന്റെ മനോഹരത്വം ഒന്ന് കാണുവാൻ. ഹല്ലേലൂയ. ഈ ഒരു ആഗ്രഹവും ദാഹവും നിങ്ങൾക്കുണ്ടെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ, ദൈവം തന്നെ നിറയ്ക്കുവാൻ മതിയായി ദൈവമാണ്. ഹല്ലേലൂയ. പലർക്കും ഇന്ന് സഭകൾ പോവാൻ ആഗ്രഹമില്ല, പ്രാർത്ഥനയ്ക്ക് പോവാൻ ആഗ്രഹമില്ല. എന്നാൽ ദൈവങ്ങളെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തിന്റെ ഹല്ലേലൂയ ബഹുമാനം കൊടുക്കുന്നതിനും താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ. മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അവസാനമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് കൂടെ പറഞ്ഞാൽ ദിവസം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 4:16 വായിച്ചു. ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതാത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യാനും സ്നേഹത്തിനുള്ള വർധനയ്ക്കുമായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അങ്ങനെ നാമിൽ മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടങ്ങുന്ന ശിശുക്കൾ ആകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും
ആമേൻ. ഹല്ലേലൂയ. ഒന്നാമതായി നാം എന്ത് കേട്ടു? ഓർക്കണം. രണ്ടാമതായി അറിയണം. മൂന്നാമതായി നിറയണം. നാലാമതായി വളരണം. ഈ മൂന്ന് കാര്യവും നടന്നെങ്കിൽ മാത്രമേ വളർച്ച നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നാൽ ഈ മൂന്ന് കാര്യവും നടന്നിട്ട് വളർച്ച നടന്നില്ലെങ്കിലോ എന്നിട്ടും കാര്യമില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അവന്റെ മണവാട്ടിയായ നാം മണവാളന്റെ സ്റ്റാറ്റസിലേക്ക് വളർന്നു വരണം. ഹല്ലേലൂയ. തന്റെ ക്രിസ്തുവിന്റെ തലയോളം വളർത്താം, സകലത്തിലും വളർന്നു വരണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ വളർച്ച എന്തായി, നാം എവിടെ വരെ ആയി, നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്. ഹല്ലേലൂയ. എങ്ങനെ കേൾക്കുമ്പോൾ ദേവാസം പറഞ്ഞു, നമ്മളിപ്പം പുതിയ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ ഫാമിലി ഇപ്പൊ ഫാമിലി ആയിട്ട് കപ്പിൾസിനെ കാണുമ്പോൾ അതിന്റെ കുഞ്ഞുങ്ങൾ വല്ല ആയോ നമ്മൾ ചോദിക്കും അല്ലേ. എന്നാൽ ഫാമിലിയൊക്കെ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ വീടൊക്കെ വെച്ചോ, വീടിന്റെ പണിയൊക്കെ എന്തോ ആയി, അല്ലെ വീട്ടു കാര്യങ്ങളൊക്കെ എന്തോ ആയി, നാം അങ്ങനെയൊക്കെ ചോദിക്കും. എന്നാൽ നാം ഇങ്ങനെ ചോദിക്കാറുണ്ടോ? എന്തുകൊണ്ട് ആത്മീയ വളർച്ചയുണ്ട്? നാം അങ്ങനെ ചോദിക്കാറുണ്ടോ? ഹല്ലേലൂയ. നാം മറ്റുള്ള ഒരു സഹോദരന്മാരെ കാണുമ്പോൾ ക്രിസ്തുവിലുള്ള വളർച്ച എന്തായി സഹോദരൻ സഹോദരി എന്ന് നാം ചോദിക്കാറുണ്ടോ? ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള വളർച്ച നാം പ്രാപിക്കുന്നില്ല എങ്കിൽ മറ്റെല്ലാ വളർച്ചകളും ഉണ്ടെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ക്രിസ്തുവിൽ നാം വളരുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. നാം ഈ ലോകത്തിൽ ധനം സമ്പാദിച്ചേക്കാം, വലിയ വീടുകൾ വെച്ചേക്കാം, ഹല്ലേലൂയ നമ്മുടെ എല്ലാ ഈ ലോകത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലും ക്രിസ്തുവിനോളം നാം വളരുന്നില്ലെങ്കിൽ ഹല്ലേലൂയ കർത്താവ് നമ്മളെ കുറിച്ച് കരയുവാണ്. ഹല്ലേലൂയ. നമ്മുടെ ഒരു കുഞ്ഞ് ഹല്ലേലൂയ വളരാതെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന എത്ര മാത്രമാണെങ്കിൽ ആ തന്റെ ഹല്ലേലൂയ മക്കളാകുന്ന രക്തത്താൽ വിലക്കി വാങ്ങിയ നാം ആത്മാവിൽ വളരുന്നില്ല എങ്കിൽ നമ്മുടെ പ്രിയ പിതാവ് എത്രമാത്രം വേദനിക്കുമെന്ന് നാം. അതുകൊണ്ട് ദൈവമക്കളെ ഹല്ലേലൂയ നമ്മുടെ ജീവിതം ഹല്ലേലൂയ മുൻപോട്ടുള്ള ജീവിതം ഹല്ലേലൂയ വളരുന്നുണ്ടോ എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ നാലുകൂട്ടം കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ നാം എപ്പോഴും ഓർത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉറക്കം വരാതെ നാം ബലത്തോടും ചൈതന്യത്തോടും നമ്മുടെ ആത്മീയത കഴിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അനേകം മരിച്ചവർ ഹല്ലേലൂയ നമ്മുടെ ചുറ്റുപാടുള്ളപ്പോൾ ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ പ്രകാശം ഹല്ലേലൂയ ആ മരിച്ചവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവർ ജീവൻ പ്രാപിക്കുവാൻ, ചലിക്കുന്ന എല്ലാ പ്രാണികളും ജീവൻ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ പദത്തിൽ കൂടെ ഈ സമയത്തിൽ കൂടെ ദേശത്തേക്ക് നമുക്ക് കഴിയുക. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കേട്ട ഈ വീടുകളെല്ലാം വെള്ളത്തിൽ നിറഞ്ഞു, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് മുങ്ങുവാൻ ഇടയായി തീർന്നത്. അതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ ദേശം മുഴുവൻ ഈ ദേശം ദൈവത്തിന്റെ ആത്മാവ് ചെല്ലുന്ന ഓരോ വ്യക്തികളും ജീവൻ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ ആക്കേണ്ടത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങൾ ഓരോരുത്തരും പ്രകാശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഇവിടെ പിന്നെയും വന്ന ഹല്ലേലൂയ അനേകർ ഈ ദേശത്തു നിന്ന് മടങ്ങി സ്വീകരിച്ചു ദൈവവചനായി തീർന്നു എന്ന് കേൾക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ദൈവങ്ങളെ, ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ ദൈവത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകാൻ ഇടയാകരുത്. ഹല്ലേലൂയ. അനുദിന ജീവിതത്തിൽ നാം എപ്പോഴും ചിന്തിക്കണം, യേശുവാണോ എന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ, യേശുവാണോ എനിക്ക് ഒന്നാമത്. ഹല്ലേലൂയ. ആ ഒരു ചിന്ത നമ്മളെ എപ്പോഴും ഭരിക്കണം. അങ്ങനെ നാം ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അവൻ വരുമ്പോൾ നമുക്കതൊരു കണിയായി മാറത്തില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഓരോ ദിവസവും ഹല്ലേലൂയ നാം ലോക സംഭവങ്ങൾ കാണുമ്പോൾ ഇന്ന് കേൾക്കുവാനിടയായി തീർന്നു അമേരിക്ക യുദ്ധം ആരംഭിച്ചു എന്ന് കേൾക്കുവാനിടയായി തീർന്നു. ലോകത്തിൽ മുഴുവൻ അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവങ്ങളെ നമ്മുടെ പ്രാണപ്രിയന്റെ വരവേ അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാ കാര്യത്തിന്റെ ഒരുക്കങ്ങളും അത്രമാത്രം നടന്നില്ലെങ്കിലും സാരമില്ല. എന്നാൽ തന്റെ പുത്രന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയില്ല. ഹല്ലേലൂയ. അവന് വേണ്ടി നാം ഒരുങ്ങിയില്ല എങ്കിൽ ആ ബുദ്ധിയില്ലാത്ത 5 കന്യകമാർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കുവാൻ ഇടവരരുത് ദൈവമക്കളെ. അതിനുവേണ്ടി നാം
നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ ഹല്ലേലൂയ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇങ്ങനെ കടക്കര കഥ കേൾക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. രണ്ട് കുടുംബത്തിലെ രണ്ട് ആണും പെണ്ണും വിവാഹാലോചന നടത്തി. ഹല്ലേലൂയ. അവർക്ക് തമ്മിൽ വിവാഹങ്ങളെല്ലാം ക്രമീകരിച്ചു, എല്ലാം തമ്മിൽ ചേരുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കല്യാണ ഉറപ്പിലേക്ക് മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. ആ സമയം എടുത്തപ്പോൾ ആ പെൺകുട്ടി തന്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് ഈ ചെറുക്കനോടൊന്ന് സംസാരിക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. അപ്പൊ ഈ പെൺകുട്ടിയുടെ ഫാദർ ചെറുക്കന്റെ ഫാദറിനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ തമ്മിൽ അവർക്ക് കാണുവാൻ അറേഞ്ച്മെന്റ്സ് വരുത്തി. ഹല്ലേലൂയ. അങ്ങനെ ഈ പെൺകുട്ടിയും ചെറുക്കനും തമ്മിൽ കണ്ടു. അവർ വർത്തമാനമൊക്കെ പറഞ്ഞു. വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി ചെറുക്കനോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാന് ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. എന്നാൽ ഈ 364 ഒരു വർഷത്തിന്റെ 364 ദിവസവും ഞാൻ അങ്ങയെ സേവിച്ച് അങ്ങേ പറയുന്നതെല്ലാം ചെയ്ത് വളരെ ഭയഭക്തിയോടെ അല്ലെങ്കിൽ അനുസരണത്തോടെ ഞാൻ ജീവിച്ചോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതിൽ ഒരു ദിവസം പോലും വേണ്ട, ഒരു അര ദിവസം എനിക്കൊരു പഴയ കൂട്ടുകാരനുണ്ട്, ഞാൻ കൂടുതൽ ഐസ്ക്രീമോ കഴിക്കാൻ അനുവദിക്കാമോ എന്ന് ചോദിച്ചു. നമ്മളാണ് അനുവദിക്കൂ? നമ്മളേക്ക് എന്തിനാ ബാക്കി 364 ദിവസം പൊക്കളാൻ പറഞ്ഞില്ലേ? മനുഷ്യരായ നമുക്കത് അനുവദനീയമല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയം, പൂർണ്ണ ശക്തിയും ദൈവത്തിന് നാം കൊടുക്കുവാൻ ദൈവത്തിന് വേണം എന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ദൈവം ഇസ്രായേൽ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം ഏറ്റവും കോപിച്ചതും ദേഷ്യപ്പെട്ടതും ആ ഒരു കാര്യത്തിലാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ, അല്പം പോലും ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കാതെ പൂർണ്ണമായും ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടി നമ്മളെ ഒരുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ക്രൂശിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ സാക്ഷ്യമായി കേൾക്കുവാൻ ദൈവം